ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിന് തപോമയുടെ അച്ഛൻ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. സായികുമാർ, ന്യൂസ് ഡെസ്കിൽ നിന്ന് സായികുമാർ. ഇപ്പോൾ ഇത്തവണത്തെ വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിനാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം തപോമയുടെ അച്ഛൻ. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി, അല്പം മുമ്പാണ് വയലാർ അവാർഡ് പ്രഖ്യാപനം പെരുമ്പടവം ശ്രീധരനും ടി.ഡി. രാമകൃഷ്ണൻ അടക്കമുള്ള സാഹിത്യ പ്രമുഖർ നടത്തിയത്. 1,00,000 രൂപയും പ്രശസ്തി പത്രവുമാണ് ഈ വയലാർ അവാർഡിനായി ലഭിക്കുന്നത്. കൊൽക്കത്തയിലെ തെരുവുകളിലെ അഭയാർത്ഥികളുടെ കഥ പറയുന്ന തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ്. നേരത്തെയും ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയൊരു പുസ്തകം കൂടിയാണ് തപോമയുടെ അച്ഛൻ. അതിന് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ മലയാറ്റൂർ പുരസ്കാരവും ഈ സന്തോഷ് കുമാറിന് ഇതേ പുസ്തകത്തിന് കിട്ടിയിരുന്നു. അത് കൊൽക്കത്തയുടെ തെരുവുകളിൽ അഭയാർത്ഥികളായി കഴിയുന്ന ഒരുപാട് പേരുടെ കഥ പറയുന്ന ആ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. മലയാള നോവലിലെ തന്നെ ഒരു സങ്കീർണതകൾ ആവിഷ്കരിക്കുന്ന കൃതിയായി വിലയിരുത്തപ്പെട്ട ഒരു പുസ്തകം കൂടിയാണ്. പുതിയ രീതിയിലുള്ള എഴുത്തുകാർക്കിടയിൽ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് ഈ സന്തോഷ് കുമാർ. അല്പം മുമ്പാണ് പുരസ്കാരം നടന്നത്. 1975 മുതലാണ് വയലാർ വിടവാങ്ങിയതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി ഈ പുരസ്കാരം ആരംഭിക്കുന്നത്. ആദ്യ പുരസ്കാരം ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന പുരസ്കാരം കിട്ടി. പിന്നീട് എല്ലാ വർഷവും ഈ രീതിയിൽ പുരസ്കാര പ്രഖ്യാപനം നടത്തി. അല്പം മുമ്പാണ് ഇപ്പോൾ ഈ സന്തോഷ് കുമാറിനെ ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. സായികുമാർ, ഇപ്പോൾ ഈ അഭയാർത്ഥി ജീവിതത്തെക്കുറിച്ചാണ്, പശ്ചിമബംഗാളിലെ അഭയാർത്ഥി ജീവിതത്തെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഏറ്റവും കാലികമായ വിഷയവും കൂടിയാണല്ലോ അവിടുത്തെ. ഇപ്പോൾ പശ്ചിമബംഗാളിൽ മാത്രമല്ല, അഭയാർത്ഥികളുടെ ജീവിതം എന്നുള്ളത് ഏത് സമയവും തൂത്തെറിയപ്പെടാവുന്ന ജീവിതമാണ്, പൗരത്വമില്ലാത്ത ജീവിതങ്ങളാണ്. അപ്പോൾ അവരുടെ കുറിച്ചുള്ള ഒരു നോവൽ എന്നുള്ളത് ഏറ്റവും കാലികമായ ഒരു വിഷയം കൂടിയായി മാറുകയാണ്. തീർച്ചയായും ആ രീതിയിൽ തന്നെ വിലയിരുത്തേണ്ടി വരും സ്മൃതി. ആഗോളതലത്തിൽ തന്നെ അഭയാർത്ഥികൾ അനുഭവിക്കുന്ന വിഷമതകളും ഒക്കെ ഒട്ടേറെ എഴുതപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ ഇന്ത്യയിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ പ്രശ്നം അനുഭവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥയുടെ പശ്ചാത്തലത്തിലാണ് കൊൽക്കത്തയിലെ അഭയാർത്ഥികളെക്കുറിച്ച് ഈ സന്തോഷ് കുമാർ നോവൽ എഴുതിയത്. അത് ആ രീതിയിൽ തന്നെ വലിയ നിരൂപണ പ്രശംസ നേടിയ ഒരു കൃതി കൂടിയാണ്. കൊൽക്കത്തയിലെ തെരുവുകളിൽ മറയുന്ന അല്ലെങ്കിൽ അവിടെ ജീവിതം ഹോമിക്കേണ്ടി വരുന്ന, പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരുപാട് പേരുടെ കഥയാണ് ഈ തപോമയുടെ അച്ഛൻ എന്ന നോവലിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പുതുതലമുറയിലെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അദ്ദേഹം കൊൽക്കത്തയിലാണ്, കുറെ കാലമായി അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടറിഞ്ഞ ജീവിതത്തെ കൂടി അടയാളപ്പെടുത്തുകയാണ് പുസ്തകം എന്ന് കൂടി കാണേണ്ടി വരില്ലേ? തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ്. കണ്ടറിഞ്ഞ ജീവിതങ്ങളെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം എഴുതി വെച്ചത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള കൃത്യമായിട്ടുള്ളൊരു വിലയിരുത്തലും ആ രീതിയിൽ അദ്ദേഹം കണ്ട കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൃതിയായി പുസ്തകങ്ങളിൽ വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ അത് വലിയ രീതിയിൽ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു. എന്താണ് അവിടുത്തെ യഥാർത്ഥത്തിൽ അഭയാർത്ഥികളുടെ ജീവിതം എന്ന് ഒരു നേർക്കാഴ്ച പോലെ തന്നെ അദ്ദേഹം പുസ്തകത്തിൽ എഴുത്തുകളായി വരികയും ചെയ്തു. അത് പുതിയ ആധുനികമായ രചനാ രീതി കൂടി അദ്ദേഹം ആ പുസ്തകത്തിൽ അവലംബിച്ചു. അതുകൊണ്ട് തന്നെ വായനക്കാർക്കേറെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം കൂടിയായിരുന്നു. അത് വലിയ നിരൂപക പ്രശംസ നേടുകയും ഒരുപാട് പേർ വായിക്കപ്പെടുകയും ചെയ്ത ഒരു പുസ്തകമാണ്. അത് ഇപ്പോൾ വയലാർ അവാർഡിലൂടെ കൂടി അംഗീകരിക്കപ്പെടുകയാണ്. ആർക്കും മനസ്സിലാവാത്ത പ്രാചീന ലിപിയിൽ ഡയറി എഴുതി സൂക്ഷിച്ച ഒരു വൃദ്ധന്റെ കഥയാണ് ഗോപാൽ ബറുവ. അദ്ദേഹത്തിന്റെ കഥയാണ് ഈ പുസ്തകം എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് കഥയുടെ ഇതിവൃത്തം? അതാണ് ഒരു അഭയാർത്ഥിയാണ്, അഭയാർത്ഥിയുടെ ജീവിതമാണ്. നേരിട്ട് കണ്ടറിഞ്ഞ, തന്നെ ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ ആശങ്കകളിലേക്ക് പിടിച്ചുരച്ച ഒരു വിഷയമാണ് ഈ നോവലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. 1,00,000 പ്രശസ്തി പത്രവും ലഭിക്കുന്ന, വയലാർ അവാർഡിന് അർഹമായിരിക്കുന്ന ഈ നോവൽ ഇതിനു മുമ്പും പുരസ്കാരങ്ങൾ അർഹമായിട്ടുള്ള പുസ്തകമാണ്. തപോമയുടെ അച്ഛന് നേരത്തെയും പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സായികുമാർ, ഇപ്പോൾ വയലാർ അവാർഡ് നേരത്തെ എന്തൊക്കെ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത്? സ്മൃതി, നേരത്തെയും ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. 1/4 നൂറ്റാണ്ട് കാലം മലയാള ചെറുകഥാ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ നിരവധി കഥകളും നോവലുകളും ഒക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം അതോടൊപ്പം ബാലസാഹിത്യ രംഗത്തും ഒക്കെ വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് തന്നെ നിരവധി പുരസ്കാരങ്ങൾ. പ്രഥമ തോമസ് മുണ്ടശ്ശേരി കഥാപുരസ്കാരം 2002 കിട്ടിയത് ഈ സന്തോഷ് കുമാറിന്. അതോടൊപ്പം VP ശിവകുമാർ കേളി അവാർഡ്, TP കിഷോർ അവാർഡ്, അദ്ദേഹത്തിൻ്റെ ചാവുകളി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് 2006 കിട്ടുന്നു. കാക്കരദേശത്തെ ഉറുമ്പുകൾക്ക് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം 2011 കിട്ടുന്നു. കേസരി നായനാർ കഥാപുരസ്കാരം 2014 അദ്ദേഹത്തിന് കിട്ടുന്നു. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ നിരവധി കഥകളുണ്ട്. ഗാലപ്പഗോസ് എന്നൊക്കെയുള്ള കഥകളൊക്കെ ഏറെ
DC ബുക്സിൻ്റെ ഒക്കെ പുസ്തകമായി ഇറങ്ങുകയും ഒരുപാട് പേർ വായിക്കപ്പെട്ടതുമാണ്. അതുപോലെ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്നുള്ള നോവൽ, വാക്കുകൾ, കറണ്ട് ബുക്സ് പുറത്തിറക്കിയ വാക്കുകൾ എന്നുള്ള നോവൽ, അന്ധകാരനഴി മാതൃഭൂമി ബുക്സ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ വരികയും ഒരുപാട് പേർ വായിക്കപ്പെടുകയും ചെയ്ത നോവലാണ്. അതോടൊപ്പം പരിഭാഷ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. റെയ്നർ മാരിയ റിൽക്കെയുടെ യുവകവിക്കുള്ള കത്തുകൾ എന്നുള്ള അത് അദ്ദേഹം പരിഭാഷപ്പെടുത്തിയതാണ്. കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്നുള്ളതാണ് കേരള ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ അദ്ദേഹത്തിൻ്റെ പുസ്തകം. അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളും കൃതികളും ഒക്കെ എഴുതിയ യുവ എഴുത്തുകാരിൽ ഏറെ ശ്രദ്ധേയനായ ഒരാൾ കൂടിയാണ് ഈ സന്തോഷ് കുമാർ. അദ്ദേഹത്തിനാണ് ഇപ്പോൾ നേരത്തെ മലയാറ്റൂർ പുരസ്കാരമാണ് തപോമയുടെ അച്ഛൻ എന്ന നോവലിന് കിട്ടിയത്. ആ നോവൽ ഇപ്പോൾ വീണ്ടും വയലാർ പുരസ്കാരത്തിലൂടെ വീണ്ടും അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെ ഒട്ടനവധി വായനക്കാരെ സൃഷ്ടിച്ച, ഇപ്പോഴും വായനക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരൻ കൂടിയാണ് ഈ സന്തോഷ് കുമാർ. സ്മൃതി, ഇത്തവണത്തെ വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നോവൽ തപോമയുടെ അച്ഛൻ എന്ന നോവലിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്.